blessing today. Welcome to Blessing Today. I know you were waiting for this episode. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രതീക്ഷകളെക്കാൾ അപ്പുറത്ത് ഇന്നൊരു അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയാൻ പോകുകയാണ്. യേശുവിനോട് ഒത്തിരി അടുക്കാൻ, യേശുവിനെ കൂടുതൽ അറിയാൻ, അനുഗ്രഹങ്ങളാൽ നിറയാൻ ഒക്കെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിയ മിറിയം വർഗീസ് ഫ്രം എറണാകുളം. നമുക്ക് ഒരുമിച്ച് ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് റിയ മോളുടെ സ്റ്റഡീസിനായി പ്രാർത്ഥിക്കുന്നു. ഇൻ്റലക്ച്വലി ഞങ്ങൾ അവളെ ബ്ലെസ് ചെയ്യുന്നു. മെമ്മറി പവർ വർദ്ധിക്കട്ടെ, മെൻ്റൽ ഫാക്കൽറ്റീസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അവളുടെ ഫ്യൂച്ചറിലേക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം കർത്താവെ അങ്ങ് റിസർവ് ചെയ്ത് വച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. And also, Father, bless her with all the spiritual blessings in the heavenly realms, Lord. Thank you, Father. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ചേർന്ന് റിയ മോളെ ഞങ്ങൾ ഈ സമയത്ത് ബ്ലെസ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൽ we are going to Palghat for the Blessing Festival. നമ്മൾ ഒരുമിച്ച് പാലക്കാട് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ്. നേരിട്ട് സംബന്ധിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് ഈ എപ്പിസോഡിലൂടെ അവിടെ നടന്ന ചില കാര്യങ്ങൾ കാണാനും ദൂതുകൾ കേൾക്കാനുമുള്ള അവസരമുണ്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാനം I will come back and I am going to pray for you. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് നമ്മൾ വായിച്ച് കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉള്ളവർ അത് തുറന്ന് അത് വായിക്കണം. യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ അന്ന് ഒരു ശനിയാഴ്ച മണിക്കൂറുകൾ അങ്ങനെയല്ല, ചിലർ ദിവസങ്ങൾ യേശുവിനോടൊപ്പം വെളിം പ്രദേശങ്ങളിൽ താമസിച്ച് അവർ വചനം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പുൽത്തകടിയിലിരുന്ന ജനം 3 ദിവസത്തോളം യേശുവിനോടൊപ്പം വരുന്ന വചനം കേട്ടു. പക്ഷേ ഭക്ഷണം തീർന്നുപോയി. ആ സമയത്താണ് യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുത്തത്. നമ്മുടെ ക്ഷീണങ്ങൾ അകറ്റുന്ന, പുതിയ ഉണർവ് നൽകുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. മാത്രമല്ല, നാം വിശന്നാൽ യേശു അറിയും. പാലക്കാടൻ ഹല്ലേലൂയ പറ. നാം ഹൃദയം ദുഃഖിക്കുമ്പോൾ യേശു അറിയും. നാം രോഗികളായിരിക്കുമ്പോൾ യേശു അറിയും. ഓക്കെ, 5-ാം അധ്യായം 1 മുതൽ വായിച്ചു കേൾക്കാം. അതിനുശേഷം യഹൂദരുടെ ഒരു പെരുന്നാളിന് യേശു യെരൂശലേമിലേക്ക് പോയി. പെതെസ്ത എന്ന ആരാമ്യ ഭാഷയിൽ പേരുള്ള ഒരു കുളം യെരൂശലേമിൽ ആട്ടുവാതിലിന് സമീപമുണ്ട്. ഓക്കെ, അതിന് 5 മണ്ഡപങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടെ ആദ്യം തുടങ്ങി ഒന്ന് വായിച്ചു പോകാം. നിങ്ങളുടെ ബൈബിളിൽ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു ഭാഗമായിരിക്കും. പക്ഷേ എനിക്ക് കഥ പറയാനല്ല, നിങ്ങളോട് ചില സന്ദേശങ്ങൾ ഇതിലൂടെ എനിക്ക് പറയാനുണ്ട്. 1-ാമത്തെ വാക്യം. അതിനുശേഷം ഓക്കെ, യഹൂദരുടെ ഒരു പെരുന്നാളിന് യേശു യെരൂശലേമിലേക്ക് പോയി. എല്ലാവരും ചേർന്ന് പറയാം, യേശു ജെറുസലേമിലേക്ക് പോയി. ഒരിക്കൽ കൂടെ വായിക്കാം. ബെതെസ്ത എന്ന അരാമ്യ ഭാഷയിൽ പേരുള്ള ഒരു കുളം യെരൂശലേമിൽ ആട്ടുവാതിലിന് സമീപമുണ്ട്. എല്ലാവരും പറഞ്ഞ ബെഥെസ്ദ.
വീണ്ടും ഒരിക്കൽ കൂടെ. ബെഥസ്ദ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരല്ല, ഒരു നാടിൻ്റെ പേരല്ല, ഗ്രാമത്തിൻ്റെ പേരല്ല, അതൊരു കുളത്തിൻ്റെ പേരാണ്. എല്ലാവരും പറഞ്ഞ ബെഥസ്ദ കുളം. ഇന്നും ജെറുസലേമിൽ പോയാൽ ഈ ബെഥസ്ദ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. ഇന്നും അവിടെ ഉണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 5 മണ്ഡപങ്ങൾ അവിടെയുണ്ട്. ആ മണ്ഡപങ്ങളിൽ ചിലതൊക്കെ ഇന്നും അവിടെ അവശേഷിച്ചിട്ടുണ്ട്. ഇന്നും കാണാം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഉള്ള കാര്യമാണിത്. അങ്ങനെ ഒരു കുളം ജെറുസലേമിൽ ഉണ്ട്. വായിക്കാം. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. ഓക്കെ. അവയിൽ അന്തർ, മുടന്തർ, തളർവാദം പിടിപെട്ടവർ എന്നിങ്ങനെ അവശരായ പലരും കിടന്നിരുന്നു. ഈ മണ്ഡപങ്ങളിൽ രോഗികൾ വന്ന് തമ്പടിച്ച് കിടക്കുമായിരുന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ നമ്മൾ ആരെയാണ് കാണുന്നത്? ഡോക്ടറിനെ കാണും, നഴ്സിനെ കാണും. പിന്നെ വാർഡുകളിലൊക്കെ കിടക്കുന്നത് ആരാ? മുഴുവൻ രോഗികളാണ്. ഇതുപോലെ കുളത്തിന്റെ ചുറ്റുമുള്ള മണ്ഡപങ്ങൾക്കകത്ത് കുരുടർ, അതുപോലെ തളർവാദ രോഗികൾ, കുഷ്ഠരോഗികൾ, അന്ന് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അങ്ങനെയുള്ള രോഗികൾ മുഴുവൻ അവിടെ ഈ മണ്ഡപങ്ങളുടെ അകത്ത് ഇങ്ങനെ കിടക്കുക. പക്ഷേ ഇതൊരു ഹോസ്പിറ്റൽ അല്ല. സാധാരണ ആശുപത്രിയിലാണ് അതുള്ളത്. ഹോസ്പിറ്റൽ അല്ല. പക്ഷെ കുളത്തിന്റെ അരികിലുള്ള റൂഫ്, മണ്ഡപങ്ങൾ പലതുമുണ്ട്. അതിനടിയിലാണ് ഇവർ കിടക്കുന്നത്. എന്തിനാണ് ഇവർ കിടക്കുന്നത്? അടുത്ത വാക്യം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് വായിക്കാം. ഒരു ദൂതൻ ഇറങ്ങി വന്ന വെള്ളം, ദൈവത്തിന്റെ മാലാഖ, ഒരു ഏഞ്ചൽ ഇറങ്ങി വരും. എവിടെ നിന്ന് ഇറങ്ങി വരും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എവിടേക്ക് ഇറങ്ങി വരും? ഈ കുളത്തിലേക്ക് ഇറങ്ങി വരും. എന്തിനാണ് ഈ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഈ കുളത്തിലേക്ക് ഇറങ്ങി വരുന്നത്? ലൈബോയ് സോപ്പ് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ദൂതന് ദൈവം ഏൽപ്പിച്ച ഒരു കർത്തവ്യമുണ്ട്. അത് വായിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം കലക്കും. ഈ വെള്ളം സ്റ്റെയറപ്പ് ചെയ്യും. ദൂതൻ അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങിയ ശേഷം ആ വെള്ളം മുഴുവൻ ശരിക്കങ്ങ് കലക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കും? വെള്ളം കലങ്ങിയ ശേഷം, വെള്ളം വന്ന് കലങ്ങിയ ശേഷം ആദ്യം കുളത്തിലിറങ്ങുന്നവൻ, ഏറ്റവും ആദ്യം ആ കുളത്തിലേക്ക് ആരിറങ്ങുന്നുവോ, ഏത് രോഗം ബാധിച്ചവനായാലും, അത് എയ്ഡ്സ് ആയാലും ക്യാൻസർ ആയാലും ന്യൂമോണിയ ആയാലും തളർവാദ രോഗമായാലും കണ്ണിന് കാഴ്ചയില്ലാത്തതായാലും ട്യൂമർ ആയാലും അലർജി ആയാലും എന്ത് രോഗമായിരുന്നാലും എന്ത് സംഭവിക്കും? സൗഖ്യം പ്രാപിക്കും. സൗഖ്യമാകും. ഇതാണ് അവിടെ നടക്കുന്നത്. ചില ട്രാൻസ്ലേഷൻസിൽ നമ്മൾ വായിക്കുന്നത് വർഷത്തിലൊരിക്കലാണ് ദൂതൻ വെള്ളത്തിലിറങ്ങി വെള്ളം കലക്കുന്നത്. എപ്പോഴാ? വർഷത്തിലൊരിക്കൽ. അപ്പോൾ വർഷത്തിലൊരിക്കൽ ദൂതൻ അവിടെ ഇറങ്ങി കുളം കലക്കിയാൽ എത്ര പേര് സൗഖ്യമാകും? എത്ര പേര് സൗഖ്യമാകും? ഒരാൾ. അതാരാ? ആദ്യം ഇറങ്ങുന്ന ആള് സൗഖ്യമാകും. എന്ത് രോഗമായാലും സൗഖ്യമാകും. അപ്പൊ വർഷത്തിലൊരിക്കൽ ഒരു രോഗി സൗഖ്യമാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്ര പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? പറഞ്ഞോ? എണ്ണമില്ല. 5 മണ്ഡപങ്ങളിലും, വെയിറ്റിംഗ് ഷെഡുകൾ പോലെ കിടക്കുന്ന മണ്ഡപങ്ങളിലും രോഗികൾ വന്ന് തടിച്ചുകൂടി അവിടെ തന്നെ കിടക്കുക. കാരണം ഒക്ടോബർ 1-ാം തീയതിയാണ് ദൂതൻ വരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് പോയി അവിടെ കിടന്നാൽ മതി. പക്ഷെ എന്നാണ് കലങ്ങുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് 365 ദിവസവും അവിടെ രോഗികൾ വന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു അത്ഭുത കുളമായിരുന്നു ബെഥസ്ദ കുളം. വായിക്കാം. 38 വർഷമായി അവിടെ ഒരു സംഭവം ഉണ്ടായി. 38 വർഷമായി രോഗിയായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായിട്ട് അവിടെ കിടന്നിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇയാൾക്ക് 38 വർഷമായിട്ട് ഇയാൾ രോഗിയാ. യേശു അയാളെ കണ്ട്
അയാൾ ഈ അവസ്ഥയിലായിട്ട് വളരെ കാലമായി എന്ന് മനസ്സിലാക്കി. യേശുവിന് ആ സമയത്ത് വല്ല 31, 32, 33 വയസ്സ് പ്രായമുണ്ടാവും. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് പുള്ളിക്ക് രോഗം തുടങ്ങിയതാ. 38 ഉണ്ട്. 3 പതിറ്റാണ്ടും 8 വർഷങ്ങളുമായുള്ള നീണ്ട രോഗം. ഇറ്റ് വാസ് എ ക്രോണിക് ഡിസീസ്. വായിച്ചോ. യേശു അയാളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി വളരെ കാലമായി ഈ ആൾക്ക് രോഗമുണ്ട്. വായിക്കാം. അയാളോട് സൗഖ്യമാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. സൗഖ്യമാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. രോഗി മറുപടി പറഞ്ഞു, പ്രഭോ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. വെള്ളം ഇളകുന്ന സമയത്ത് എനിക്ക് തന്നെത്താൻ അങ്ങോട്ട് പോകാനുള്ള ശാരീരിക ബലമില്ല. അത്രയ്ക്ക് രോഗിയാണ്, 38 വർഷമായി. എന്നാൽ വെള്ളം ഇളകുന്ന സമയത്ത് ആരെങ്കിലും എന്നെ ഒന്ന് ചവിട്ടിയെങ്കിലും അങ്ങോട്ട് ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷേ അതിനു പോലും എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇതുപോലെ ജീവിതത്തിൽ പല വിഷയങ്ങളിലും ആരും എന്നെ സഹായിക്കാനില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവർ ഇവിടെ ഇരിപ്പില്ലേ? അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ രംഗത്തേക്ക് യേശു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ ഇറങ്ങാൻ ചെല്ലുമ്പോഴേക്ക് എനിക്ക് മുമ്പേ വേറെ ആരെങ്കിലും ഇറങ്ങിയിരിക്കും. അതോടെ ആ വർഷത്തെ ചാൻസ് പോയി. രണ്ടാമതൊരാള് പിടച്ചു വീണാലും എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, തിരിച്ചു കയറി പോരാന്നുള്ളൂ, കുളിച്ചിട്ട് പോരാ. പക്ഷെ വെള്ളം കലയും കിടക്കുക, ഉള്ള ചെളിയും കൂടി നമ്മുടെ മേലാവും. ഇതാണ് അവസ്ഥ. വായിച്ചേ. അപ്പോൾ യേശു അയാളോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് കിടക്കയെടുത്ത വെള്ളത്തിലോട്ട് ഇറങ്ങാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഞാനങ്ങ് ഇറങ്ങി കലക്കാം, നീ അങ്ങ് ഇറങ്ങിക്കോളാം എന്നല്ല യേശു പറഞ്ഞത്. നീ എഴുന്നേറ്റ് ഈ 10-38 വർഷമായി കിടക്കുന്ന ആ കിടക്കയുണ്ടല്ലോ, അതങ്ങ് എടുത്ത് ചുരുട്ടി തലയിലോട്ട് വെച്ച് നടന്ന് നിന്റെ വീട്ടിൽ പൊക്കോ. വീട് എവിടെയാണെന്ന് പോലും മറന്നു കാണും. ഇപ്പോൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു? വല്ലതും സംഭവിച്ചു? ഉടൻ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. പറഞ്ഞ ഉടൻ തന്നെ പറഞ്ഞേ. അടുത്ത ആളോട് പറ ഉടൻ തന്നെ. വേറൊരാളോട് ഉടൻ തന്നെ. ഉടൻ തന്നെ എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ആ മനുഷ്യൻ ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചു. ദൂതൻ വന്നില്ല, കുളം കലങ്ങിയില്ല, ആരും എടുത്തിറങ്ങിയില്ല, ഇറക്കിയില്ല. യേശു വന്ന് പറഞ്ഞു, അനുസരിച്ചപ്പോൾ ഉടൻ തന്നെ അയാൾ സൗഖ്യമായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കിടക്കയെടുത്ത് നടന്നു. കിടക്കയെടുത്ത് 38 വർഷമായിട്ട് ഒരു മുട്ടുസൂചി പോലും ഇയാൾ പൊക്കിയിട്ടില്ല. പക്ഷെ നേരെ കിടക്കയെടുത്ത് ചുമന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? പറഞ്ഞു, വായിക്കേ. നടന്നു. ഇത് സംഭവിച്ചത് ഒരു ശബത്ത് ദിവസമായിരുന്നു. ഇത് സംഭവിച്ചത് ഒരു ശബത്ത് നാളിൽ ആയിരുന്നു. പഴയ നിയമത്തിൽ രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട് പണ്ട്, യേശുവിന് മുമ്പ്. എങ്ങനെയായിരുന്നു? വല്ല കാലത്തും ഒരാൾ രക്ഷപ്പെട്ടാലായി, ആ ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. യേശു വന്നപ്പോൾ അവസ്ഥകൾ മാറി. ഹല്ലേലൂയ. യേശു വന്നത് അതുവരെയുള്ള ലോകത്തിൽ നടന്നിരുന്ന സകല സിസ്റ്റവും ഒന്ന് മാറ്റി, വല്ലപ്പോഴും വല്ലവർക്കും കിട്ടുന്ന വല്ല അനുഗ്രഹവുമല്ല, സകലർക്കും വിടുതൽ, സകലർക്കും രക്ഷ, സകലർക്കും സൗഖ്യം. ആർക്ക് വേണേലും യേശുവിന്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിക്കാവുന്ന രീതിയിൽ എല്ലാം ഓപ്പണാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആർക്ക് കിട്ടും? അത് ആർക്കും പറയാൻ സാധ്യമല്ല. വല്ലവന്റെ തലമേലും വല്ല കാലത്തും വന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി അയാൾ പ്രവചിച്ചാൽ ആയി. അതിനുശേഷം പരിശുദ്ധാത്മാവ് തിരികെ പോകും. സ്ഥിരമായി ആരിലും പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല. ചില രാജാക്കന്മാരിൽ, ചില പുരോഹിതന്മാരിൽ, ചില പ്രവാചകന്മാരിൽ
വല്ലപ്പോഴും പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ചു പോകുമായിരുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങനെയല്ല, ഞാൻ വന്നിരിക്കുന്നു. ഐ എം ചേഞ്ചിങ് ദ സിസ്റ്റം. യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അളന്നല്ല, 1 ഔൺസ് അല്ല, 2 ഔൺസ് അല്ല, 3 ഔൺസ് അല്ല, അളവ് കൂടാതെ ധാരാളമായി പകരുന്ന ഒരു കാലം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം വന്നു. ആ ദിവസത്തിന്റെ പേരാണ് പെന്തക്കോസ്ത് ദിവസം. യഹൂദന്മാരുടെ ഒരു പെരുന്നാളിന്റെ പേരാണ് പെന്തക്കോസ്ത്. അതിന്റെ അർത്ഥം 50-ാമത്തെ ദിവസം എന്നാണ്. 50-ാം നാളിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉത്സവമായിരുന്നു. ആ ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ശാന്തമായി ഇറങ്ങി വരികയല്ല ചെയ്തത്, ഒരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 120ഓളം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അവരിൽ എല്ലാവരുടെ മേലും, പത്രോസ്ലീഹയുടെ തലമേൽ മാത്രമല്ല, അന്ത്രോസിന്റെ തലമേൽ മാത്രമല്ല, തോമസിന്റെ തലമേൽ മാത്രമല്ല, അവിടെ ഇരുന്നിരുന്ന സകലരുടെയും തലമേൽ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സകലരുടെയും തലമേൽ, 12 - 1 + 1 ശിഷ്യന്മാരുടെ മേലല്ല, സകലരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അന്ത്യകാലത്ത് ഞാൻ സകലരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ബ്രദർ, ഈ സഹോദരി പേര് ഷീല മാത്യു എന്നാണ്. തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന തൻ്റെ ഭർത്താവ് മാത്യു. ഈ സിസ്റ്ററിന്റെ യേശു കർത്താവ് കൊടുത്ത രോഗസൗഖ്യം എന്ന് പറയുന്നത്, തൻ്റെ ചെറുപ്രായത്തിൽ 3 വയസ്സുള്ളപ്പോൾ തനിക്ക് പനി വന്നു. അത് മുഖാന്തരം തൻ്റെ വലത്തെ കാല് 2 ഇഞ്ച് നീളക്കുറവ് വന്നായിരുന്നു. വലത്തെ കാല്. അപ്പോ 3 വയസ്സുള്ളപ്പോൾ പനി വന്നതാണ്. അപ്പോൾ 2 ഇഞ്ചിന്റെ നീളക്കുറവുണ്ടായിരുന്നു. ഈ സിസ്റ്റർ വലുതായതിനു ശേഷം തനിക്ക് ഈ നീളക്കുറവുള്ളതുകൊണ്ട് ഇങ്ങനെ ഇതേപോലെ ഒരു കാല് പൊങ്ങി നിൽക്കത്തുള്ളൂ. അപ്പൊ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഇടത്തെ കാല് ചരിച്ചിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ നിൽക്കാനേ പറ്റും. അപ്പോഴാണ് കാല് രണ്ടും തറയിൽ കുത്തി നിൽക്കാൻ സാധിക്കുന്നത്. തനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ചരിഞ്ഞ് നടക്കത്തുള്ളൂ. എല്ലാത്തിനും വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് ഒക്ടോബർ 2011 ഒക്ടോബർ, ഡേറ്റ് ഓർക്കുന്നില്ല, 2011 ഒക്ടോബറിൽ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടിരുന്നപ്പോൾ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, കാലിന്റെ അസ്ഥിക്ക് നീളക്കുറവുള്ളവർ, അസ്ഥിക്ക് പ്രശ്നമുള്ളവർ ആ ഭാഗത്ത് കൈവച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്ത്, ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ആ ഭാഗത്ത് കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ഈ പറയുന്നത്, ആ സമയത്ത് തനിക്ക് 2 കാലം, ഈ ബ്രദർ പറഞ്ഞു, തന്റെ ഭർത്താവ് പറഞ്ഞത്, എഴുന്നേറ്റ് ഒന്ന് വിശ്വാസത്താൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നപ്പോൾ 2 കാലം ഇതുപോലെ ഉറച്ചു ചവിട്ടുവാൻ, കുത്തി നിൽക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ? സത്യമാണ്. ഇത് സത്യമാണോ? സത്യമാണ്. എന്റെ കർത്താവ്, ഞങ്ങളുടെ കർത്താവ്. ഇത് സ്വന്തം ഭർത്താവല്ലേ? നിങ്ങൾ ഒരുമിച്ച് നിന്നാണോ പ്രാർത്ഥിച്ചത്? ഒരുമിച്ച് എങ്ങനെയാ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞ മിറക്കിൾ? ഇങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കാലിന് നീളക്കുറവുള്ളവരെ കർത്താവ് സൗഖ്യമാക്കിയത് പറഞ്ഞത്, സ്റ്റുഡിയോയിൽ ഇരുന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും അത് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊന്ന് കേൾക്കണത്, ഞങ്ങളത് സാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം പിടിച്ച് ആ കരം കയ്യിൽ വെച്ച്, ഈ തുടയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് ഈ രോഗസൗഖ്യം. ഈ പെണ്ണിനെ കെട്ടുന്ന സമയത്ത് കാലിന് നീളക്കുറവുണ്ടായിരുന്നു. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 23 വർഷമായി. ഈ 23 വർഷവും ഒരു കാലിന് നീളക്കുറവുള്ള ഭാര്യയായിരുന്നോ? അതെ. അതെ. എന്നിട്ട് അന്ന് സംഭവിച്ചത് എന്താ? അന്ന് സംഭവിച്ചത്, ഞങ്ങൾ രണ്ടുപേരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ ഏതായാലും ഒന്ന് എണീറ്റ് നിൽക്ക് എന്ന് പറഞ്ഞു. എണീറ്റ് നിന്നപ്പോൾ 2 കാലും ഒരേ ഒപ്പം ചവിട്ടി നിൽക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഈ സാക്ഷി പറയുവാനായിട്ട് എറണാകുളത്ത് ഇടപ്പള്ളി വരണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ എറണാകുളത്ത് എൻ്റെ ബ്രദറുണ്ട്, അവിടെ കടന്നു വന്ന അന്നേരം ആരാധനയ്ക്ക് വന്ന് പറയുവാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് വന്ന് ഇത് നടത്തപ്പോൾ വരണമെന്ന് പറഞ്ഞു. അന്ന് നടന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്നാണ്, ഞങ്ങൾ ഈ പ്രോഗ്രാം ടി.വിയിൽ കണ്ട് പാലക്കാട് ഇന്ന ദിവസം വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, മോളെ ഏതായാലും നമുക്ക് ഇതിന് പോകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ശത്രുവാകുന്നവന് ഭാര്യയുടെ കാലില്, ആ വലത്ത് കാലില് ഒരാണി കൊള്ളിച്ച് അത് ഇപ്പൊ മുറിവാൻ
ഓ, അവിടെ ഇപ്പൊ ആണി കൊണ്ടിട്ടുണ്ട്. ഇന്ന് വരുവാനായിട്ട് സാധിക്കും ഓർത്തതല്ല. എന്നാൽ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആ സൗഖ്യം കിട്ടിയ ശേഷം ഉണ്ടായ മാറ്റം എന്താ? മാറ്റം 2 കാലും ചവിട്ടി ഒന്നിച്ച് നടക്കും. നേരത്തെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ ഏന്തിയാണ് പോകുള്ളൂ. അതേ രീതിയിൽ എൻ്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ തമാശ രൂപേണയാണേലും പറയും, ആ ഭാര്യ നടക്കുന്ന 8-10 എന്നാണ് നടക്കുന്നത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ വേദന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. 2 ഇഞ്ച് പൊക്കമുള്ള ചെരുപ്പ് നേരത്തെ അങ്ങനെയാണ് ഇട്ടിരുന്നത്. ഇവിടെ ഇപ്പൊ ഒന്ന് കാല് നോക്കട്ടെ, ഒരേ പൊക്ക, ഇങ്ങോട്ട് തിരിഞ്ഞേ, ഒരേ പൊക്കമുള്ളതാണോ ഇപ്പൊ ഇടുന്നത്? പ്രൈസ് ഗോഡ്. ഇപ്പൊ ഒരേ പൊക്കമുള്ള ചെരുപ്പാണ് ഇപ്പൊ ഇടുന്നത്. ഒരെണ്ണത്തിന്റെ 2 ഇഞ്ച് പൊക്കമുള്ളതാണ് ഇട്ടുകൊണ്ടിരുന്നത്. എത്ര പേർ ഹല്ലേലൂയ പറയും? കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. Wow, wow, wow. The Lord is great and His mercy endures forever. കർത്താവിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും എല്ലാ ദിവസവും ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇന്ന് കർത്താവ് അനുഗ്രഹത്തിൻ്റെ ഭാണ്ഡം എടുത്ത് നൽകാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. സിവിയർ ആസ്മ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് വിട്ടുമാറാത്ത ആസ്മ യേശു സ്പർശിക്കുന്നത് കൊണ്ട് ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. കാതുകൾ 2ഉം ഉള്ളിലേക്ക് ഭയങ്കരമായി പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില രോഗങ്ങൾ, എന്താ രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അതുപോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. സന്ധിവാദം സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. അതുപോലെ വായുടെ അകത്ത് പഴുപ്പ്, മോണയിലും ആ ഭാഗങ്ങളിലൊക്കെ പഴുപ്പ് വന്ന് പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ചില ഭാഗങ്ങൾ മുറിച്ച് കളയണം എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിലിരിക്കുന്ന ചിലരെ കർത്താവ് കരുണയോടെ സൗഖ്യമാക്കുന്നു. വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. മെൻ്റൽ ഡിപ്രഷനിലൂടെ പോകുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് അതിൽ നിന്ന് പുറത്തെടുക്കും. പല പല കാരണങ്ങളാൽ നിങ്ങൾ വളരെ വിഷണ്ണ മനസ്സിലേക്ക് വീണുപോയി. എന്നാൽ കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. സന്തോഷം, ഒരു വലിയ സമാധാനവും ഹൃദയങ്ങളിൽ വന്ന് ഇപ്പോൾ നിറയട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, പ്രത്യേകിച്ച് എടുത്തു പറയാത്ത രോഗങ്ങൾ പോലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. മാർഗ്രറ്റ് എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേക നിലയിൽ സൗഖ്യമാക്കുന്നു. മാനസികമായും ശാരീരികമായും നിങ്ങൾ തകർന്നിരിക്കുകയാണ്. വല്ലാതെ വെയിറ്റ് ലോസ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സും ക്ഷീണിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വലിയ വിടുതൽ, എനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നു. അതുപോലൊരു ദൈവിക പ്രവൃത്തി ആ സഹോദരിയിലേക്ക് വന്നൊരു വിടുതൽ ഇപ്പോൾ നടക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വലിയ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വിവിധ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം ആവശ്യമെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി സൗഖ്യത്തെ സ്വീകരിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. ഹല്ലേലൂയ. കർത്താവെ, സകലരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ വിടുതലിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത റിയ മറിയം വർഗീസിനോട് പ്രത്യേകിച്ച് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അറിയിക്കുന്ന. ഗോഡ് ബ്ലെസ് യു. നാളെ ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. And all these things
ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പാപികളിൽ ഒന്നാമനായിരുന്ന അപ്പോസ്തലൻ ആര്? വിച്ച് അപ്പോസ്റ്റൽ വാസ് ദ worst sinner? ഓപ്ഷൻസ്: എ പൗലോസ്, ബി യൂദാസ്, സി പത്രോസ്, ഡി യോഹന്നാൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ന്യൂ കാണാൻ മറക്കരുതേ.